കടവ് ചിലപ്പോൾ കാണും, ചിലപ്പോൾ കാണൂല. കാട്ടിലൂടെയുള്ള ട്രെക്കിംഗ് പ്രകൃതിയെ ഇഷ്ടപ്പെടുന്ന ഏതൊരു യാത്രികനും നവ്യാനുഭവമായിരിക്കും. പ്രത്യേകിച്ച് കടുവയും പുലിയും ഇറങ്ങുന്ന വഴികളിലൂടെയുള്ള യാത്രകൾ, കാട്ടുപോത്തും ആനക്കുട്ടികളും മേയുന്ന പുൽമേടുകളിലൂടെയുള്ള മലക്കയറ്റം, കോടമഞ്ഞും തണുപ്പും ആസ്വദിച്ച് ഹരിതമനോഹരമായ കാഴ്ചകളും കണ്ട് കാട്ടുവഴികളിലൂടെ നടന്ന് പ്രകൃതി അടുത്തറിയാൻ പറ്റിയ ഒരു ട്രെക്കിംഗാണ് വയനാട്ടിലെ ബ്രഹ്മഗിരി ട്രെക്കിംഗ്. ആ ബ്രഹ്മഗിരി ട്രെക്കിങ്ങിലെ കാഴ്ചകളും വിശേഷങ്ങളുമാണ് ഈ വീഡിയോയിൽ. തിരുനെല്ലിയിലെ ഫോറസ്റ്റ് ഇൻസ്പെക്ഷൻ ബംഗ്ലാവിന് മുന്നിലാണ് ഞങ്ങളിപ്പോൾ. ഇവിടെ നിന്നാണ് ബ്രഹ്മഗിരി ട്രെക്കിംഗ് തുടങ്ങുന്നത്. തൊട്ടടുത്തുള്ള കൗണ്ടറിൽ ടീം അംഗങ്ങളുടെ പേരും അഡ്രസ്സും നൽകി ടിക്കറ്റ് എടുത്ത് വേണം കാട്ടിലേക്ക് കയറാൻ. 2380 രൂപയാണ് നിങ്ങളുടെ ചാർജ്. എൻ്റെ കൂടെ ക്യാമറ യൂസ് ചെയ്യുന്നുണ്ട്. ക്യാമറയുടെ +160, അങ്ങനെ 2540 രൂപ ടോട്ടൽ. അപ്പോൾ നമ്മൾ കാട്ടിനകത്തൂടെ പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഗൈഡ്, നിങ്ങളുടെ കൂടെ വരുന്ന ഗൈഡ് പറയുന്ന കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കി പോകണം. അദ്ദേഹം പറയുന്ന കേട്ട് പോയിട്ട് വരണം. പിന്നെ അതിലും പ്രധാനമായിട്ടാണ് നമ്മൾ പ്രകൃതിയെ സംരക്ഷിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് പ്ലാസ്റ്റിക്, നിങ്ങൾ കൊണ്ടുവന്ന കുടിവെള്ളത്തിൻ്റെ കുപ്പികൾ, അങ്ങനെ ഭക്ഷണത്തിൻ്റെ അവശിഷ്ടങ്ങൾ, അങ്ങനെയുള്ള ഒരു സംഭവങ്ങളും നമ്മൾ അവിടെ ഡംപ് ചെയ്യാൻ പാടില്ല. അത് നമ്മൾ തിരിച്ച് ഇവിടെ കൊണ്ടുവന്നാൽ ഇവിടെ അത് ശേഖരിച്ച് വെക്കാനുള്ള സംവിധാനമുണ്ട്. ഞങ്ങളിതാ ട്രെക്കിംഗ് തുടങ്ങുകയാണ്. സമയം 9 മണി കഴിഞ്ഞു. രാവിലെ 7:30ക്കാണ് ഇവിടെ ട്രെക്കിംഗ് സാധാരണ തുടങ്ങാറ്. അതുകൊണ്ട് തന്നെ രാവിലെ കൃത്യസമയത്ത് ഇവിടെ എത്തിയെങ്കിലും ഇന്നൊരു അവധി ദിവസമായതിനാൽ ഫോറസ്റ്റ് കൗണ്ടർ തുറന്നപ്പോൾ സമയം 8:30 കഴിഞ്ഞിരുന്നു. സാധാരണ തിങ്കളാഴ്ചയും വെള്ളിയാഴ്ചയും ഇവിടെ അവധി ദിവസങ്ങളാണ്. എന്നാൽ ഈ ലോക്ക്ഡൗൺ കാലത്ത് ഇവിടുത്തെ ഗൈഡുകൾക്ക് ജോലിയും വരുമാനവും കുറവായതിനാൽ ഇപ്പോൾ എല്ലാ ദിവസവും ഇവിടെ ട്രെക്കിംഗ് അനുവദിക്കുന്നുണ്ട്. അവധി ദിവസമായതുകൊണ്ട് തന്നെ കുറച്ച് ആളുകൾ മാത്രമേ ഇന്ന് ട്രെക്കിങ്ങിന് എത്തിയിട്ടുള്ളൂ. ഓരോ ടീമിനും ഓരോ ഫോറസ്റ്റ് ഗൈഡും കൂടെ ഉണ്ടാകും. പറയാനുള്ള ഒറ്റടരുത് കാട്ടുകൂടെ, എന്നും കണ്ടാൽ ഓടരുത്, നമ്മൾ പറയും, അതേപോലെ നിൽക്കണം. ഇതാണ് ഞങ്ങളുടെ ടീമിന്റെ ഗൈഡ്, രാജുട്ടൻ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. തിരുനെല്ലി ഗ്രാമത്തിലുള്ളവരാണ് ഈ ബ്രഹ്മഗിരി ട്രെക്കിങ്ങിന് ഗൈഡായി വരുന്നത്. 4 വർഷത്തോളമായി ഇദ്ദേഹം ഈ കാട്ടിലൂടെ ഗൈഡായി സേവനം ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ഈ കാടിനെയും കാട്ടുവഴികളെയും മൃഗങ്ങളെയും കുറിച്ചെല്ലാം നല്ല പരിചയസമ്പത്തുണ്ട് ഇദ്ദേഹത്തിന്. ഇവിടെ ആനക്ക് പേടിക്കണം, കടവ, പുലി, ഇതിന് മാത്രം പേടിക്കണം. നിങ്ങളിവിടെ പേടിച്ചു പോരെ? എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടോ? കുറെ ഓടിച്ചിട്ട് ആനൊക്കെ ഓടിച്ചിട്ടുണ്ടല്ലേ? ഓക്കെ. കടുവൊക്കെ ഉണ്ടാവാറുണ്ടോ? വഴി കണ്ടിട്ടുണ്ടോ? കടവ് ചിലപ്പോൾ കാണും, ചിലപ്പോൾ കാണൂല. കാട്ടിലൂടെയുള്ള ട്രക്കിംഗ് സാഹസികത ഇഷ്ടപ്പെടുന്നവർക്ക് എന്നും ഒരു ആവേശമാണ്. മൃഗശാലകളിലെ കമ്പിക്കൂടിനകത്ത് മാത്രം കണ്ട മൃഗങ്ങളെ തൊട്ടടുത്ത് നിന്ന് കാണാനുള്ള അവസരം, കാനനഭംഗി ആസ്വദിച്ച് കിളികളുടെ കളകളാരവും കേട്ട് ഈ മരങ്ങൾക്കിടയിലൂടെ നടക്കാൻ ഏത് സഞ്ചാരിയും ഇഷ്ടപ്പെടും. ചെറിയ തണുപ്പും കോടമഞ്ഞും നിറഞ്ഞ കാട്ടുവഴികളും വഴികളിലെ അരുവികളും ചോലകളും അതിലെ വെള്ളച്ചാട്ടങ്ങളും കണ്ടുള്ള നടത്തം മറ്റൊരു യാത്രകൾക്കും നൽകാൻ കഴിയാത്ത അനുഭവമാണ് ട്രക്കിങ്ങുകൾ ഒരു സാഹസികന് നൽകുന്നത്. ഈ ട്രക്കിംഗ് മൃഗങ്ങൾ ഇറങ്ങുന്ന വഴികളിലൂടെ ആകുമ്പോൾ അതൊരു പ്രത്യേക അനുഭവമായി മാറും. പ്രകൃതിയോട് ഇണങ്ങിയുള്ള ഈ യാത്രകൾ മനസ്സിനും ശരീരത്തിനും വലിയ ഉന്മേഷമാണ് നൽകുന്നത്. ട്രക്കിംഗ് തുടങ്ങി കുറച്ചു ദൂരം നടന്നതോടെ ആദ്യത്തെ അരുവിയിലെത്തി. ഇന്ന് പുലർച്ചെ മുതൽ ഇവിടെ മഴ പെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ അരുവിയിൽ വെള്ളവും കുറവാണ്. പക്ഷെ നല്ല തെള്ളി വെള്ളമാണ് ഈ അരുവിയിലൂടെ ഒലിക്കുന്നത്. പാറക്കെട്ടുകൾക്കിടയിലൂടെ ഒലിച്ചു വരുന്നതിനാൽ നല്ല തണുപ്പുമുണ്ട് ഈ വെള്ളത്തിന്. ഇവിടെ നിന്ന് കുറച്ചു ദൂരം കൂടി നടന്നാൽ രണ്ടാമത്തെ അരുവി എത്തും. ഈ വെള്ളം ഈ മലയിലൂടെ താഴോട്ടൊലിച്ച് പാപനാശിനി തോട്ടിലൂടെ തിരുനെല്ലി ക്ഷേത്രത്തിനടുത്തെത്തും. ക്ഷേത്രത്തിനടുത്ത് വെച്ച് ബലികർമ്മങ്ങൾ നടത്തുന്നവർ ഈ വെള്ളമാണ് ഉപയോഗിക്കുന്നത്. അതിനുശേഷം ഈ വെള്ളം ബാവലി ബോർഡറിനടുത്ത് വെച്ച് കബനി പുഴയിൽ ലയിക്കും. കേരളത്തിലെ കിഴക്കോട്ടൊഴുകുന്ന 3 നദികളിൽ ഒന്നാണ് കബനി. ഇതുപോലെ ധാരാളം ചെറിയ അരുവികൾ കടന്നു വേണം ബ്രഹ്മഗിരി മലനിരകളുടെ മുകളിലെത്താൻ. പാറക്കെട്ടുകൾ നിറഞ്ഞ ഇടമായതിനാൽ ചെറിയ വെള്ളച്ചാട്ടങ്ങളുമുണ്ട് ഈ അരുവികളിൽ.
നമ്മുടെ നാടുകളിൽ സാധാരണ കാണാത്ത ധാരാളം കാട്ടുമരങ്ങൾ ഈ വഴിയിൽ കാണാം. രാജേട്ടൻ മരങ്ങളുടെ എല്ലാം പേരുകളും അവയുടെ പ്രത്യേകതകളെല്ലാം പറഞ്ഞു തരുന്നുണ്ട്. പേരറിയാത്ത മരങ്ങളുമുണ്ട് ഈ കൂട്ടത്തിൽ. ഏകദേശം 1 കിലോമീറ്റർ കഴിയാനായി ഞങ്ങൾ. ഇതുവരെ എല്ലാം വഴി വലിയ പ്രോബ്ലം ഇല്ല, കാരണം ചെറിയൊരു റോഡിൽ തന്നെ മുകളിൽ വരെ പോകുന്നത്, ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ വണ്ടി പോകുന്ന റോഡിൽ തന്നെ ഇതുവരെ ഉണ്ട്. പോകുന്ന വഴിയിൽ കണ്ട വലിയൊരു മരമാണ് കാണുന്നത്, നല്ലൊരു വള്ളിയുടെ ഷേപ്പിൽ കണ്ടില്ലേ, വള്ളിയൊക്കെ പടുത്ത് തൂങ്ങി നിൽക്കുന്ന രീതിയിൽ. അതിൻ്റെ പേര് കോളി എന്നാണ് ആ മരത്തിൻ്റെ പേര്. കാട്ടിലൂടെ പോകുമ്പോൾ ഇതുപോലെ വ്യത്യസ്തമായ ധാരാളം മരങ്ങൾ കാണാൻ കഴിയും. കോടമൂടിയ കുന്നുകളും പച്ചപ്പുല്ല് നിറഞ്ഞ പുൽമേടുകളും കാണാം. അവയിൽ തീറ്റ തേടിയിറങ്ങിയ മൃഗങ്ങളും. എന്നാൽ അതുപോലെ തന്നെ എന്നെ ആകർഷിക്കുന്ന മറ്റൊന്നാണ് ഈ വഴിയിൽ കാണുന്ന കാട്ടുപോക്കളും ചെറിയ ജന്തുക്കളും. മനുഷ്യന്റെ സ്പർശം തട്ടാതെ കിടക്കുന്ന ഇടങ്ങളിൽ പ്രകൃതി ഒരുക്കുന്ന കുറേ വിസ്മയങ്ങളുണ്ട്. അവിടങ്ങളിൽ മാത്രം കാണുന്ന വളരെ ചെറിയ ജന്തുക്കളും പ്രാണികളും. താഴെ വീണ മരച്ചില്ലകളിൽ പായൽ നിറഞ്ഞിരിക്കുന്നത് തന്നെ കാണാൻ എന്തൊരു ഭംഗിയാണ്. രാവിലെ ട്രെക്കിംഗ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ വഴിയിൽ അട്ട ഉണ്ടാകുമെന്ന് ഫോറസ്റ്റ് ഓഫീസർ മുന്നറിയിപ്പ് നൽകിയിരുന്നു. എന്നാൽ അട്ടശല്യം ഇത്ര രൂക്ഷമാകുമെന്ന് കരുതിയില്ല. മഴക്കാലമായതിനാൽ വഴിയിലെ നനഞ്ഞ ഈ കരിയിലകൾക്കിടയിൽ നിറച്ചും അട്ടയുണ്ട്. ട്രെക്കിംഗ് തുടങ്ങിയപ്പോൾ തന്നെ അട്ടകൾ കാലിൽ കയറിയിട്ടുണ്ട്. പക്ഷെ അത് മനസ്സിലായത് കുറച്ച് കഴിഞ്ഞാണ്. ഇതൊക്കെ തേച്ചാലേ, ഈ ഡെറ്റോൾ തേച്ചാൽ അട്ട അധികം കയറി കടിക്കത്തില്ല. പിന്നെ സാനിറ്റൈസർ ഉണ്ട്, സാനിറ്റൈസർ അടിക്കുമ്പോൾ അത് പോവും എന്നാണ് പറയുന്നത്. നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. മൂക്കുപൊടി വെളിച്ചെണ്ണ 2 മിക്സാക്കിയിട്ട് തേച്ച ഒരട്ട കയറില്ല. മയങ്ങി അത് ഗുണമാണ്. കാരണം നോക്കേ വേണ്ട. രാജേട്ടൻ ഇടയ്ക്ക് അദ്ദേഹത്തിന്റെ അനുഭവങ്ങൾ പറയുന്നുണ്ട്. ഓരോ സ്ഥലം എത്തുമ്പോഴും അവിടെ നിന്ന് കണ്ട മൃഗങ്ങളെക്കുറിച്ചും ട്രെക്കിങ്ങിനിടയിൽ കാട്ടുമൃഗങ്ങൾ ആക്രമിച്ചതിനെ കുറിച്ചുമെല്ലാം രാജേട്ടൻ വിവരിക്കുന്നുണ്ട്. ഈ ആനന്റെ ചവിട്ട് ഇത്ര പേര്, ഈ വീതിൽ ആനന്റെ ചവിട്ട് നമ്മള് കിട്ടിയാല് ചമന്തിയാവും. അതാണ് ആനന്റെ. എന്താണ് ആന കണ്ട് പേടിച്ച് പ്രശ്നം ഉണ്ടായിരുന്നില്ല? എന്തായാലും സംഭവം ആന വന്നത് നമ്മൾ കണ്ടിട്ടില്ല. അത് ആന വന്നത് അടുത്തെത്തി പോയി. അതാണ് പ്രശ്നം. എന്താ ചെയ്ത്? നമ്മൾ ഓടിപ്പോയി. ആനക്ക് കിട്ടിയിട്ടില്ല, രക്ഷപ്പെട്ടില്ല. രക്ഷപ്പെട്ടു. ഏത് ഭാഗത്ത് വെച്ചായിരുന്നു? ഇതേ ഭാഗത്ത് തന്നെ, ഇവിടെ തന്നെ. ഇവിടെ നിന്ന് കൂടുതൽ ആനനെ കാണപ്പെടുന്ന ഒരു ഭാഗത്ത് കൂടെ ഞങ്ങൾ പോകുന്നത്. ഈ ഭാഗത്ത് വെച്ച് കൂടുതൽ സൗണ്ട് ഉണ്ടാക്കാനൊന്നും പാടില്ല. പിന്നെ സ്ഥിരമായ ആന കാണുന്ന ഒരു ഭാഗമാണത്. ഇതുപോലുള്ള ചെരിവുണ്ടല്ലോ, ചെരിവ് കൂടി ആന നിരങ്ങിയിട്ട് ആനക്ക് താഴത്തോട്ട് ഇറങ്ങാൻ പറ്റുള്ളൂ. പക്ഷേ ഈ കാണുന്ന കോളുണ്ടല്ലോ, ചെറിയ മലകളെ ചെറിയ ഗ്യാപ്പ്, ആ ഭാഗത്ത് കൂടി ആനക്ക് സുഖമായിട്ട് ഇറങ്ങി വരാൻ പറ്റും. ഇവിടുന്ന് കൂടുതൽ സൗണ്ട് ഒന്നും ഉണ്ടാക്കാതെ, കൂടുതൽ ശബ്ദം ഉണ്ടാക്കാതെ പോകാനാണ് നമ്മുടെ ഗൈഡ് പറയുന്നത്. മുകളിലേക്ക് നടക്കുന്തോറും കോട കൂടി വരുന്നുണ്ട്. കോട ഇറങ്ങിയപ്പോൾ പ്രകൃതിക്ക് തന്നെ ഒരു പ്രത്യേക സൗന്ദര്യം വന്നിരിക്കുന്നു. ദൂരത്തേക്ക് നോക്കിയാൽ ഒന്നും കാണാൻ കഴിയുന്നില്ല. ചിലപ്പോൾ ഇതിലും കൂടുതലായിരിക്കും മുകളിലെ അവസ്ഥ. ഇപ്പോൾ ഒരു ചെറിയ തണുപ്പും തുടങ്ങിയിട്ടുണ്ട്. ഈ കോടമഞ്ഞും ആസ്വദിച്ച് ശരീരവും മനസ്സും തണുത്ത് ഈ വഴികളിലൂടെ നടക്കാൻ എന്തു രസം. ഇത് നോക്കിയേ, ഫുൾ കോട മൂടി നിൽക്കുകയാണ്. നമ്മൾ കയറി വരുന്ന സമയത്ത് ആ ഭാഗം നമുക്ക് ക്ലിയറായി കാണാമായിരുന്നു. ഈ താഴ്വാരം മുഴുവനായി കോട മൂടിയിട്ടുണ്ട്. ഇതുപോലെയാണ് നമ്മൾ മുകളിലെത്തുന്ന സമയത്തെങ്കിൽ നമുക്ക് കൂടുതലൊന്നും കാണാൻ പറ്റുന്നില്ല. പക്ഷെ നമുക്ക് മുകളിലെത്തുമ്പോഴേക്കും കോട മാറുമെന്ന് പ്രതീക്ഷിക്കാം. നമ്മൾ കയറാൻ പോകുന്ന ഈ ബ്രഹ്മഗിരി പീക്ക് സമുദ്രനിരപ്പിൽ നിന്ന് 1608 മീറ്റർ ഉയരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഈ ബ്രഹ്മഗിരി മലനിരകളിലെ ഏറ്റവും ഉയരം കൂടിയ ഭാഗം കൂടിയാണിത്. വയനാട് ജില്ലയിലും കർണാടകയിലെ കൊടക് ജില്ലയിലുമായി വ്യാപിച്ചു കിടക്കുകയാണ് ബ്രഹ്മഗിരി മലനിരകൾ. കർണാടകയിലെ ഭാഗം ബ്രഹ്മഗിരി വൈൽഡ് ലൈഫ് സാങ്ച്വറി എന്നാണ് അറിയപ്പെടുന്നത്. കേരളത്തിലേത് തിരുനെല്ലി ഫോറസ്റ്റ് ഡിവിഷന്റെ അധീനതയിലുമാണ്. കേരളവും കർണാടകയും തമ്മിലുള്ള അതിർത്തി കടന്നു പോകുന്നത് ഈ ബ്രഹ്മഗിരി പീക്കിലൂടെയാണ്. അതിന്റെ ഭാഗങ്ങൾ നമുക്ക് മുകളിലെത്തിയാൽ കാണാം. കർണാടകയിൽ നിന്നും ഈ പീക്കിലേക്ക് ട്രക്കിംഗ് ഉണ്ട്. ഇരുപ്പ് വെള്ളച്ചാട്ടമാണ് കർണാടകയുടെ ഭാഗത്തുള്ള പ്രധാന ഡെസ്റ്റിനേഷൻ. കേരളത്തിൽ വിഷ്ണുവിന് സമർപ്പിച്ചിരിക്കുന്ന തിരുനെല്ലി ക്ഷേത്രവും. ഈ ക്ഷേത്രത്തെ ദക്ഷിണകാശി എന്നാണ് വിളിക്കുന്നത്. 30 ഗ്രാനൈറ്റ് തൂണുകളിലായി പുരാതന ശൈലിയിലാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചിട്ടുള്ളത്. ഇവിടെയുള്ള മറ്റൊരു ആകർഷണമാണ് 1740 മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന പക്ഷിപാതാളം. പുരാതന കാലത്ത് ഋഷികൾ ഉപയോഗിച്ചിരുന്നതായി പറയപ്പെടുന്ന ഒരു ഗുഹയാണിത്. കർണാടകയുടെ ഭാഗത്ത് മുനിക്കൽ ഗുഹ എന്ന പേരിലാണ് ഈ പക്ഷിപാതാളം അറിയപ്പെടുന്നത്. കുറച്ചു കാലമായി മാവോയിസ്റ്റ് ഭീഷണി നേരിടുന്ന ഒരു പ്രദേശം കൂടിയാണിത്. അതുകൊണ്ട് തന്നെ സുരക്ഷാ കാരണത്താൽ ഇന്ന് പക്ഷിപാതാളത്തിലേക്കുള്ള ട്രക്കിംഗ് നിരോധിച്ചിരിക്കുന്നു.
നമ്മളെ ഫസ്റ്റ് മൈൽ സ്റ്റോണിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതിന് മുകളിൽ ഈ ഭാഗത്ത് നമ്മളെ വാച്ച് ടവർ ഉണ്ട്. പക്ഷെ വാച്ച് ടവറിൽ കോടമഞ്ഞിൽ മൂടി നിൽക്കുകയാണ്. ഒരു വസ്തു നമുക്കിവിടുന്ന് കോട എടുക്കാൻ നീങ്ങുന്നുണ്ട്. രാവിലെ 9 മണിക്കാണ് ഞങ്ങൾ ഈ ട്രെക്കിംഗ് തുടങ്ങിയത്. താഴെ മുതൽ ഈ വാച്ച് ടവർ വരെ 5 കിലോമീറ്ററാണ് ദൂരം. സമയം ഇപ്പോൾ 11:45. ഇനി ഇവിടെ നിന്ന് 2 കിലോമീറ്റർ കൂടി കുത്തനെ മുകളിലേക്ക് കയറിയാൽ ബ്രഹ്മഗിരിയുടെ പീക്കിലെത്തും. ഈ വാച്ച് ടവറിന് താഴെയായി ഫോറസ്റ്റിൻ്റെ ഒരു ക്യാമ്പിംഗ് സ്റ്റേഷനുമുണ്ട്. അതിനു ചുറ്റുമായി കുറച്ച് ടെൻറ്റുകളും. മുമ്പ് ഇവിടെ ക്യാമ്പിംഗ് അനുവദിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ സുരക്ഷാ കാരണങ്ങളാൽ ഇവിടെയുള്ള ക്യാമ്പിംഗ് നിർത്തിവെച്ചിട്ടുണ്ട്. ഈ ഭാഗത്ത് ശരിക്കും കോട ഇറങ്ങിയിട്ടുണ്ട്. വാലിയിലേക്ക് നോക്കിയാൽ ഒന്നും കാണാൻ കഴിയുന്നില്ല. അതുപോലെ നല്ല കാറ്റുമുണ്ട്. കാറ്റിൽ കോടമഞ്ഞ് മാറുന്നുണ്ട്. കോട നീങ്ങിയാൽ ഈ മലനിരകളുടെ മനോഹരമായ കാഴ്ചകൾ കാണാം. ഭാഗ്യമുണ്ടെങ്കിൽ ഈ പുൽമേടുകളിൽ മേയുന്ന കാട്ടുപോത്തിനെയും ആനക്കൂട്ടങ്ങളെയും കാണാം. വാച്ച് ടവറിൻ്റെ മുകളിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നിന്ന് തന്നെ നമുക്ക് നല്ല കാഴ്ചകൾ കാണാൻ പറ്റുന്നുണ്ട്. ഇവിടെ നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ഈ ഭാഗത്ത് ചെറിയൊരു ടോപ്പ് കാണുന്നുണ്ട്. അതാണ് ഏറ്റവും വലിയ ടോപ്പ് നമുക്ക് തോന്നും. പക്ഷെ അതിന് മുകളിൽ കയറുന്ന സമയത്താണ് അതിനപ്പുറത്തുള്ള മല നമുക്ക് കാണാൻ പറ്റുള്ളൂ. ഇനിയും കുറേ ദൂരം 2 കിലോമീറ്റർ അടുത്ത് പോകാനുണ്ട് നമുക്ക് മുകളിലെത്താൻ വേണ്ടിയിട്ട്. വാച്ച് ടവറിലേക്ക് കയറുമ്പോഴും ഇറങ്ങുമ്പോഴും വളരെ ശ്രദ്ധിക്കണം. നനഞ്ഞിരിക്കുന്നതിനാൽ ഇരുമ്പ് പടികളിൽ ചവിട്ടുമ്പോൾ കാൽ വഴുക്കുന്നുണ്ട്. ഓരോ സ്റ്റെപ്പുകളും തമ്മിലുള്ള ഗ്യാപ്പും കൂടുതലാണ്. പക്ഷെ മുകളിലെത്തിയാലുള്ള കാഴ്ച പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു അനുഭവമായിരുന്നു ഞങ്ങൾക്ക്. 4 ഭാഗത്തും കോട മൂടി നിൽക്കുകയാണ്. ചുറ്റും നോക്കിയാൽ ഒന്നും കാണാൻ കഴിയുന്നില്ല. കൂടെയുള്ള എല്ലാവരും ശരിക്കും ആസ്വദിക്കുന്നുണ്ട് ഈ കോടമഞ്ഞും തണുപ്പും. കുറച്ചു നേരം കൂടി അവിടെ നിന്നപ്പോൾ കാറ്റിൻ്റെ ശക്തി കൂടി വരികയാണ്. അതോടൊപ്പം കോടയും നീങ്ങി തുടങ്ങി. കോടമഞ്ഞ് മാറിയപ്പോൾ ബ്രഹ്മഗിരിയുടെ പുൽമേടുകൾ ഞങ്ങൾക്ക് മുന്നിൽ പ്രത്യക്ഷമായി തുടങ്ങി. കണ്ണെത്താ ദൂരം പരന്നു കിടക്കുന്ന പുൽമേടുകൾ. സ്ഥിരമായി ആനകളെ കാണുന്ന ഒരു ഭാഗം കൂടിയാണിത്. പക്ഷെ മഴയും കോടയും ഉള്ളതിനാൽ മൃഗങ്ങളെയൊന്നും കാണാൻ കഴിയുന്നില്ല. ഈ പുൽമേടുകൾക്ക് മുകളിലൂടെ താഴ്വാരത്തിൽ നിന്ന് കോടമഞ്ഞ് കയറുന്നതും കണ്ട് കുറച്ചു നേരം ആ വാച്ച് ടവറിൽ നിൽക്കാം. ഇപ്പോൾ ചെറുതായി മഴ തുടങ്ങിയിട്ടുണ്ട്. കാറ്റിൻ്റെ ശക്തി കൊണ്ട് മഴത്തുള്ളികൾ ശരീരത്തിൽ തട്ടുമ്പോൾ നല്ല വേദനയുമുണ്ട്. മഴയും കാറ്റും അസഹ്യമായതോടെ മുകളിൽ നിന്ന് തിരിച്ചിറങ്ങുകയാണ്. കയറിയതിനേക്കാൾ ബുദ്ധിമുട്ടാണ് തിരിച്ചിറങ്ങുമ്പോൾ. ഈ നേരം കൊണ്ട് തീയെല്ലാം റെഡിയാക്കിയിട്ടുണ്ട് രാജേട്ടൻ. മഴ ശക്തി കൂടിയാൽ ഇനി മുകളിലേക്ക് കയറാതെ മടങ്ങേണ്ടി വരുമെന്നാണ് രാജേട്ടൻ പറയുന്നത്. മഴയത്ത് മുകളിലേക്ക് കയറുന്നത് അപകടകരമാണ്. വഴിയിൽ മൃഗങ്ങളുണ്ടെങ്കിൽ കാണാൻ കഴിയില്ല. എന്തായാലും കുറച്ചു നേരം കൂടി കാത്തു നിൽക്കാം. ഈ സമയം കൊണ്ട് ഷൂവിലെ വെള്ളം കളയാൻ നോക്കിയപ്പോൾ ഇതാണ് അവസ്ഥ. സോക്സിനുള്ളിൽ അട്ടകൾ നിറഞ്ഞിരിക്കുന്നു. ഇതിനേക്കാൾ കൂടുതൽ രക്തമൊലിക്കുന്നുണ്ട് അഫ്സലിൻ്റെ കാലിൽ. കാലിൽ മാത്രമല്ല കയ്യിലും കഴുത്തിലുമെല്ലാം അട്ടകൾ എത്തിയിട്ടുണ്ട്. മഴയും കാറ്റും കുറഞ്ഞിട്ടുണ്ട്. മുകളിലേക്ക് കയറാൻ കഴിയില്ല എന്നാണ് പ്രതീക്ഷിച്ചത്. കാലാവസ്ഥ നമുക്ക് അനുകൂലമായി വരികയാണ്. എന്തായാലും മുകളിലേക്ക് കയറാൻ തന്നെ തീരുമാനിച്ചു. ഇവിടെ നിന്ന് നോക്കുമ്പോൾ ഏറ്റവും മുകളിൽ ഇതിനേക്കാൾ കൂടുതൽ കോട ഇറങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പീക്കിലെത്താൻ പറ്റുമെന്ന പ്രതീക്ഷ ഇപ്പോഴുമില്ല. ഇതുവരെ വന്നതുപോലെയല്ല ഇനി മുകളിലേക്കുള്ള വഴി. സ്ലോപ്പ് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ശരിക്കും ക്ഷണിക്കുന്നുമുണ്ട്. കുറച്ച് കഴിഞ്ഞപ്പോൾ വഴിയിൽ വീണ്ടും കോട നിറയുകയാണ്. രാജേട്ടൻ ഞങ്ങളെ പിന്തിരിപ്പിക്കാൻ നോക്കുന്നുണ്ട്. ഇപ്പോൾ മഴ കുറഞ്ഞെങ്കിലും ഇനി മഴ പെയ്താൽ തിരിച്ചിറങ്ങേണ്ടി വരുമെന്നാണ് രാജേട്ടൻ പറയുന്നത്. ഇങ്ങനെ എത്ര ദൂരം മുകളിലേക്ക് പോകാൻ കഴിയുമെന്നറിയില്ല. കുറച്ച് ദൂരം കൂടി മുന്നോട്ട് കയറിയപ്പോൾ രാവിലെ നമ്മുടെ മുന്നിൽ പോയ ടീം ഇറങ്ങി വരുന്നത് കണ്ടു. നല്ല
മഴ ആയതുകൊണ്ട് പിന്നെ മൊത്തം കോടയാണ്. പക്ഷെ അത് വേറെ എക്സ്പീരിയൻസ്. ഞങ്ങൾ ഫസ്റ്റത്തെ ഹില്ല് ക്രോസ് ചെയ്തു. അതിന് മുകളിലൊക്കെ നിൽക്കുന്നത് ഇവിടുന്ന് നോക്കുന്ന സമയത്ത് എന്താ അപ്പുറത്തും ഇപ്പുറത്തൊന്നുമില്ല, ഒരു ഐഡിയ മനസ്സിലാകുന്നില്ല. ഇവിടുന്ന് എത്ര ദൂരം പോകാനുണ്ട്. അതാ എൻ്റെ മുന്നിൽ ഒരു ജസ്റ്റ് 10 മീറ്റർ മുമ്പിൽ നമ്മുടെ ടീമിൽ ഇതാണ് അവസ്ഥ. അത്രയും കോട തിങ്ങി നിൽക്കുകയാണ് ഇതിൻ്റെ മുകളിൽ. നമുക്ക് ഇപ്പോൾ ഏതുവരെ പോകാൻ പറ്റുമെന്ന് നമുക്കറിയില്ല. മാക്സിമം നമുക്ക് എത്ര വരെ പോകാൻ പറ്റുമോ, സമയം പിന്നെ ഗൈഡിൻ്റെ താല്പര്യം ഇതൊക്കെ അനുസരിച്ച് മാക്സിമം നമുക്ക് എത്ര ഹൈറ്റ് കയറാൻ പറ്റുമോ അതുവരെ നമുക്ക് കയറാൻ നോക്കാം. മുകളിലേക്ക് കയറുന്നതോളം മഞ്ഞ് കൂടി വരികയാണ്. കാറ്റും കൂടുതലാണ്. തൊട്ടു മുന്നിലുള്ളവരെ പോലും കാണുന്നില്ല. വളരെ ക്ഷീണിച്ചിട്ടുമുണ്ട്. അവസാനം ഈ പ്രതികൂല സാഹചര്യത്തെ മറികടന്ന് ഉച്ചയ്ക്ക് 1:30 ബ്രഹ്മഗിരി മലനിരയുടെ മുകളിലെത്തിയിരിക്കുകയാണ് ഞങ്ങൾ. സന്തോഷ നിർഭരമായ നിമിഷങ്ങൾ. ബ്രഹ്മഗിരിയെ കീഴടക്കിയ സന്തോഷത്തിലാണ് എല്ലാവരും. ഈ പീക്കിന് മുകളിലൂടെയാണ് കേരളവും കർണാടകയും തമ്മിലുള്ള അതിർത്തി കടന്നു പോകുന്നത്. എൻ്റെ ഇടതുവശത്ത് കർണാടകയും വലതുവശത്ത് കേരളവുമാണ്. മുകളിൽ നല്ല കാറ്റാണ്. അതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് കാറ്റിൻ്റെ ദിശയും മാറുന്നുണ്ട്. മുകളിലെത്തി കുറച്ചു നേരം അവിടെ ഇരുന്നതോടെ ഇങ്ങോട്ട് വന്ന എല്ലാ ക്ഷീണവും മാറി. ഇനി കുറച്ചു നേരം ഈ കാറ്റും കോടമഞ്ഞും തണുപ്പും ഒന്ന് ആസ്വദിക്കാം. ഇപ്പോൾ കോടയില്ലായിരുന്നുവെങ്കിൽ ഇവിടെ നിന്നുള്ള കാഴ്ചകൾ അതിമനോഹരമായിരിക്കും. ഇനിയും വരണം ഈ പീക്കിലേക്ക്. മുകളിൽ നിന്നുള്ള കാഴ്ചകൾ വ്യക്തമായി കാണണം. മുകളിൽ ഒരു 15 മിനിറ്റ് ചിലവഴിച്ച ശേഷം വീണ്ടും ഈ പീക്ക് കീഴടക്കണം എന്ന പ്രതീക്ഷയോടെ തിരിച്ചിറങ്ങുകയാണ് ഞങ്ങൾ. മുകളിലേക്ക് കയറിയതുപോലെയല്ല താഴോട്ടിറങ്ങുമ്പോൾ. പലയിടത്തും വഴിക്ക് വീഴുന്നുണ്ട്. ട്രക്കിംഗ് ഷൂ ഇല്ലാതെ ഒരിക്കലും ഇതുപോലുള്ള സ്ഥലങ്ങളിൽ യാത്ര ചെയ്യരുത്. വാച്ച് ടവറിന്റെ അടുത്തെത്തിയപ്പോഴേക്കും കോട വീണ്ടും നീങ്ങിയിട്ടുണ്ട്. നമ്മൾ കുന്നു കയറിയ ബ്രഹ്മഗിരി ഇറങ്ങി വന്നു. ടവറാണ്. നമ്മൾ അടുത്ത മല എന്ന് പറഞ്ഞാൽ നമ്മൾ അമ്പലപ്പാറ ആ കുന്നാണ് ഈ ഭാഗം കാണുന്നത്. നമ്മളെ കണ്ണൂർ ഈ ഭാഗത്തുള്ള കുന്നാണ്. കാണൂല, മഞ്ഞായതുകൊണ്ട് കൃത്യമായിട്ട് കാണാൻ കിട്ടൂല. കോടമഞ്ഞ് നീങ്ങിയതോടെ കുറച്ചു നേരം കൂടി ഈ മലനിരകൾ കണ്ടു നിന്നു. ഇരുട്ടാകുന്നതിന് മുമ്പ് നമുക്ക് താഴെ എത്തണം. കൂടുതൽ വൈകിയാൽ ഈ കാട്ടുവഴികളിൽ മൃഗങ്ങൾ സ്ഥാനം പിടിക്കും. അതുകൊണ്ട് തന്നെ വൈകിക്കാതെ കാടിറങ്ങുകയാണ് ഞങ്ങൾ. തിരുനെല്ലി ഗ്രാമം നിൽക്കുന്ന താഴ്വാരത്ത് ഇപ്പോഴും കോടയാണ്. ഗ്രാമമൊന്നും ഇവിടെ നിന്ന് കാണാൻ കഴിയുന്നില്ല. താഴോട്ട് വളരെ വേഗത്തിലാണ് ഞങ്ങൾ തിരിച്ചിറങ്ങിയത്. 5 മണിക്ക് മുമ്പ് തന്നെ ഞങ്ങൾ ഇൻസ്പെക്ഷൻ ബംഗ്ലാവിന് മുന്നിലെത്തി. അവിടെ നിന്ന് രാജേട്ടനോടും ടീമിലുള്ളവരോടും നന്ദി പറഞ്ഞ് യാത്ര തുടരുകയാണ് ഞാൻ. വയനാട്ടിലേക്ക് കയറിയിട്ട് ഇന്നേക്ക് 3 ദിവസമായി. ഇന്നലെ രാത്രി താമസിച്ച തിരുനെല്ലിയിലെ അമ്പിളി ലോഡ്ജിൽ തന്നെയാണ് ഇന്നും ഞാൻ താമസിക്കുന്നത്. നാളെ മുതൽ ഈ തിരുനെല്ലിയിലെയും തോൽപ്പെട്ടിയിലെയും കാട്ടിലെ കാഴ്ചകളും കാടിനതിരിടുന്ന ഗ്രാമങ്ങളിലെ വിശേഷങ്ങളും തേടിയാണ് ഇനിയുള്ള യാത്ര.